Education is the passport to the future. For tomorrow belongs to those who prepare for it today എന്നുള്ളത് മാൽക്കം എക്സിൻ്റെ അമേരിക്കൻ റവല്യൂഷനിസ്റ്റിലെ മാൽക്കം എക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. ഞാൻ സെയ്ഫ് ആളപ്പ സ്കിയോളോ കരിയർ അക്കാഡമിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഞങ്ങൾ പുതിയൊരു പോളിസി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഡെലിവറി ചെയ്യാനായിരിക്കും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട 5 എക്സാമിനേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ എക്സാമിനേഷൻസിനെ കുറിച്ചിട്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഞങ്ങൾ റീപ്ലൈ തരുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് JEE മെയിൻസ് തന്നെയാണ്. IIT, IIIT, NIT, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടറായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാൻ പറ്റുന്ന എക്സാമിനേഷൻസ്. അതിന് 2 മോഡാണുള്ളത്. ഒന്ന് JEE അഡ്വാൻസ്, മറ്റൊന്ന് JEE മെയിൻ എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 2 തവണ JEE മെയിൻ എക്സാമിനേഷൻസ് നടക്കും. നോർമലി എക്സാമിനേഷൻസ് നടക്കാറുള്ളത് ജാനുവരി അതേപോലെ തന്നെ ഫെബ്രുവരി രീതിയിലാണ്. ഈ 2 എക്സാമിനേഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിൽ 50% മാർക്ക് കിട്ടുന്ന ആളുകൾ ക്വാളിഫൈഡ് ആവുകയും അവർക്ക് JEE അഡ്വാൻസ് ചെയ്താൻ സാധിക്കുകയും ചെയ്യും. JEE മെയിനിൻ്റെ സ്കോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കും. അതിൻ്റെ ഒരു വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാവുന്നതാണ്. ആ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് റെഫർ ചെയ്യാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. മറ്റൊരു എക്സാമിനേഷൻസ് ആണ് കീം എന്ന് പറയുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അത് സ്വാശ്രയ കോളേജുകളിലാണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. JEE മെയിൻ്റെ ക്വാളിഫിക്കേഷൻസും അത് തന്നെയാണ്. സാധാരണ മെയ് മാസങ്ങളിലാണ് എക്സാമിനേഷൻസ് നടക്കാറുള്ളത്. അത് സാധാരണ നിങ്ങളുടെ +2ൻ്റെ അക്കാഡമിക് എൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും. ഇതാണ് കേരളത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. വേറെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ എഞ്ചിനീയറിംഗുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല, ബട്ട് ആർക്കിടെക്ട് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എഴുതേണ്ട എക്സാമിനേഷനാണ് നാറ്റ എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ട് ആവാൻ തന്നെ നാറ്റ കൂടാതെ JEE എക്സാമിനേഷൻസ് നിങ്ങൾക്ക് എഴുതാം. JEE എക്സാമിനേഷൻസിന്റെ ജോഷ വഴിയും അഡ്മിഷൻ നടക്കാറുണ്ട്. അല്ലാതെ ഓൾ ഇന്ത്യ ലെവലിൽ പഠിക്കണമെങ്കിലും കേരളത്തിൽ പഠിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾ എഴുതേണ്ട ഒരു എക്സാമിനേഷൻ. നാറ്റ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ എവിടെയും ആർക്കിടെക്ചർ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയില്ല. സോ നാറ്റ എക്സാമിനേഷൻസും ഇതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻസ് ആണ്. ആർക്കിടെക്ട് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എഴുതേണ്ടത്. ഒരു വർഷത്തിൽ 4 അതിലധികം തവണയോ ഈ എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാറ്റയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെയ്യാവുന്നതാണ്. ഇതെല്ലാം NTA വഴി തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആണ് കുസാറ്റ് എന്ന് പറയുന്നത്. കൊച്ചി സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിൽ നിങ്ങൾക്ക് BTech ആണെങ്കിലും അല്ലെങ്കിൽ 5 വർഷത്തെ ഡിഗ്രി ആണെങ്കിലും ഒക്കെ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് ആണ് കുസാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് മേഖലയിലെ ഏറ്റവും നല്ല സ്ഥാപനം എന്ന് പറയുന്ന ഒന്നാണ് ബിറ്റ്സാറ്റ് എന്ന് പറയുന്നത്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള എക്സാമിനേഷൻസിനും എഞ്ചിനീയറിംഗിന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഒരു കോമൺ ആയിട്ട് വരുന്ന പോപ്പുലർ ആയിട്ടുള്ള എക്സാമിനേഷൻസ്. ഇതല്ലാത്ത ഒരുപാട് എക്സാമിനേഷൻസ് ഉണ്ട്. ബേസിക്കലി നിങ്ങളിത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കരിയർ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കരിയർ ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. സോ ഈ ചാനൽ ഒന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൂടാതെ ഗവൺമെൻറ് ജോബിൻ്റെ അപ്ഡേഷൻസും താമസിയാതെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.